ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതുപോലെ അത് ഇഷ്ടപ്പെടുന്നവർക്ക് കയ്യിലുണ്ടായിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. ആദ്യമായിട്ട് ഇതിനകത്ത് എംബ്രോയ്ഡറി റിങ് അഥവാ എംബ്രോയ്ഡറി ഹൂപ്പ് ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെയുണ്ട്. അതുപോലെ പല സൈസിലും പല ഷേപ്പിലും ഉണ്ട്. എംബ്രോയ്ഡറി റിങ്ങിനകത്ത് എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വലിയ റിങ്ങാണിത്. ഇത് 18 ഇഞ്ചിൻ്റെയാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സൈസിലോട്ട് വരുന്നവരെ ഒരു 6-7 റിങ് എൻ്റെ കയ്യിൽ പല സൈസിലായിട്ടുണ്ട്. നമ്മളൊരു ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു റിങ് ആവശ്യം വരുന്നുള്ളൂ. അടുത്തതായിട്ട് ആങ്കർ ത്രെഡാണ്. നമ്മളൊരു ബിഗിനേഴ്സ് അതുപോലെ ഈ ഒരു തുടക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു ത്രെഡാണിത്. കാരണം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് തന്നെയായാലും ആങ്കർ ത്രെഡിൽ പഠിച്ച് എടുക്കുകയാണ് നല്ലത്. അതിനുശേഷം ഇതുപോലെ സിൽക്ക് ത്രെഡും അതുപോലെ മറ്റുള്ള കോട്ടൺ ത്രെഡ് ആണെങ്കിലും പേൾ കോട്ടൺ ആണെങ്കിലും എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പല ടൈപ്പിലുള്ള ത്രെഡുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഓരോന്നിനെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടാം. കാരണം ഇതിനകത്ത് ചില ത്രെഡുകൾ ആ ഒരു വർക്ക് ചെയ്യാൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇനി വരുന്നത് ഇതുപോലുള്ള നീഡിൽസാണ്. നീഡിൽ പല രീതിയിലുള്ള നീഡിൽ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ചിലത് ബീഡ് വയ്ക്കാനും അതുപോലെ ചിലത് നമുക്ക് തയ്ച്ചെടുക്കാൻ നൂലുകളുടെയൊക്കെ എണ്ണം അനുസരിച്ച് നമുക്ക് പല ഐ ഹോൾ വരുന്ന അതുപോലെയുള്ള നീഡിലൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ പല സൈസിലുള്ള നീഡിൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഒരു റിങ്ങിൻ്റെ ഇത് മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് പല സൈസിലുള്ള ഐ ഹോൾ ഉള്ളതുണ്ടാവും. ഇതിപ്പോൾ ഈ ഒരു പാക്കറ്റിൽ വരുമ്പോഴത്തേക്ക് ഒരേ സൈസാണ് ഇതിനകത്ത് വരുന്നത്. ഓരോ പാക്കറ്റും ഓരോ സൈസിലാണ് വരുന്നത്. ഇത് ബീഡ് മാത്രം ചെയ്യാനുള്ളതാണ്. ചെറിയ ചെറിയ ബീഡാണെങ്കിലും നമുക്ക് ഈ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് അത് തയ്ച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. ഇനി നീഡിലിൻ്റെ പലതരം അതുപോലെ പല സൈസിലുള്ള നീഡിലുകളെല്ലാം നമുക്ക് ഈ ഒരു ബോക്സിനകത്തുണ്ട്. ഒരു ത്രെഡ് എടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ 16 സ്ട്രാൻഡ്സൊക്കെ നമുക്ക് എടുക്കുന്ന 18 സ്ട്രാൻഡ്സ് എടുക്കുന്നതും അങ്ങനെയൊക്കെ ഐ ഹോൾ വലുതും ചെറുതുമായിട്ടുള്ള പല സൈസിലുള്ള നീഡിൽസ് നമുക്ക് ഈ ഒരു ബോക്സിനകത്തുണ്ടാവും. ഇതുപോലെ നീഡിലിൻ്റെ ഒരു ബോക്സും അതുപോലെ നമുക്ക് ഈ ബീഡ് ചെയ്യാനുള്ള ഈ ഒരു സെറ്റും മേടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് വർക്കുകൾ നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് പല സൈസിലുള്ള നീഡിലുകളുണ്ട്. ഒത്തിരി നീഡിൽ ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ ആകെ 5-6 മാത്രമാണ് എൻ്റെ കയ്യിൽ പിടിച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതെല്ലാം പല രീതിയിലുള്ള നീഡിലുകളാണ്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ. ഇത് ചോക്കാണ്. തുണിയിലൊക്കെ നമുക്ക് വരയ്ക്കുന്ന ചോക്കാണിത്. ഒരു മെറ്റീരിയലിൽ നമ്മൾ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് ആ അളവുകളെല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുണിയിൽ ഈ ഒരു ചോക്ക് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഈ ഒരു പെൻസിലും സ്കെയിലും ഒക്കെ നമുക്ക് ഡിസൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മാർക്കിംഗ് ആണ്, ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്. ഇത് നമുക്ക് തുണിയിൽ നന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റും. പെൻസിൽ കുറച്ചുകൂടി ഷാർപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ പോയിന്റ് വരെ ആ ഒരു പെൻസിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഈ 3 പെൻസിലും നമുക്ക് തുണിയിൽ ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റാവുന്നതാണ്.